അറിയോ? എല്ലാവർക്കും നമസ്കാരം. ആ, നമസ്കാരം 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 സ്വാമിജി, നമസ്കാരം. നമസ്കാരം. ഇന്നലെ നമ്മള് നാരദനും ശ്രീരാമനും തമ്മിലുള്ള അതിഗംഭീരമായിട്ടുള്ള സംവാദമാണ്. അത് നേരം പോക്കിൽ നിന്ന് ആരംഭിച്ച് അതൊരു ഗൗരവമാർന്ന തലത്തിലേക്ക് ആ ചർച്ച വികാസം പ്രാപിക്കുകയാണ്. ഇതാണ് വ്യാസര് അയോധ്യാകാന്ഡത്തില്, ബാലകാന്ഡം കഴിഞ്ഞു വരുന്ന അയോധ്യാകാന്ഡത്തിലെ ഒന്നാമത്തെ പ്രഥമ സർഗത്തില് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ സമയത്ത് ഇവിടെ ഷാജി ആവശ്യപ്പെടുകയും ഈ ഓരോരോ കഥാപാത്രങ്ങളുടെ ഒരു ചരിത്രം, അവരെക്കുറിച്ചൊരു സംക്ഷിപ്തമായ വിവരണം നൽകുന്നത് കേൾക്കുന്നവർക്ക് അത് കൂടുതൽ സഹായകരമാവും. വളരെ നല്ലൊരു ആശയമാണ്. സാധാരണഗതിയിൽ നമ്മൾ നാരദ ഭക്തിസൂത്രം എടുക്കുന്ന സമയത്ത് നാരദരെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാരദർ എന്ന കഥാപാത്രം പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഉപനിഷത്തിലും വളരെ ശ്രദ്ധേയമായ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഉപനിഷത്തില് ചാന്തോക്യോപനിഷത്ത് 6-ാമത്തെ അധ്യായം തത്വമസി മഹാവാക്യ വിചാരമാണ്. ഉദ്ദാലകനും ശ്വേതകേതുവും തമ്മിലുള്ള ഒരാശയത്തെ സമ്പൂർണമായിട്ട് അവിടെ അവതരിപ്പിച്ച് അവസാനിപ്പിക്കുന്നതാണ് 6-ാം അധ്യായം. 7-ാം അധ്യായം ആരംഭിക്കുന്നത് നാരദര് സനകാദികളുമായിട്ടുള്ള സംശയ നിവാരണങ്ങളാണ്. അപ്പൊ അതിൽ നാരദര് പറയുന്നുണ്ട്, ഞാൻ പഠിച്ചിട്ടുള്ള വിദ്യയെ കുറിച്ച് പറയുന്നുണ്ട്. സകലമാന വിദ്യകളും, സകല വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം ഞാൻ സ്വായത്തമാക്കിയിട്ടുണ്ട്. എനിക്ക് ചില സംശയങ്ങളുണ്ട്, ആ സംശയങ്ങളെ തീർത്തു തരണം എന്ന് സനകാദികളോട് പറയുമ്പോൾ നാരദരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ചാന്തോക്യോപനിഷത്തില് 7-ാം അധ്യായത്തിൽ കാണുന്ന ആ ഭാഗം. നമുക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ അത് ചർച്ച ചെയ്യാം. അപ്പൊ ഉപനിഷത്തിൽ നാരദരുണ്ട്. നാരദരുടെ ജന്മവും അതുപോലെ തന്നെ കഥകളും ഭാഗവതത്തിലും മഹാഭാരതത്തിലും അതുപോലെ അത്ഭുത രാമായണത്തിലും സകലത്തിലും നാരദരില്ലാത്ത ഒരു പുണ്യഗ്രന്ഥവും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പറയാറില്ലേ, ഒരു കാലത്ത് ഈ നമ്മുടെ ജഗതി ശ്രീകുമാർ അമ്പിളിച്ചേട്ടൻ സകല സിനിമയിലും ചെറിയ ഇതാണെങ്കിലും ഒരു ശ്രദ്ധേയമായ റോള് അവതരിപ്പിക്കാറുണ്ട്. അത് അദ്ദേഹം എല്ലാ സിനിമയിലും ഉണ്ടാവും. അപ്പൊ അദ്ദേഹം ഒരു അനിവാര്യമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. എന്നതുപോലെയാണ് നാരദർ. സകല പുരാണങ്ങളിലും നാരദരുണ്ട്. ഇതിഹാസങ്ങളിൽ വളരെ ശ്രദ്ധേയമായ സാന്നിധ്യമാണ്. നാരദരെ കുറിച്ച് നമ്മൾ ചിന്ത ചെയ്യുമ്പോൾ ബ്രഹ്മാവിൻ്റെ പുത്രനാണ് നാരദർ. ഈ ബ്രഹ്മാവിൻ്റെ മടിയിൽ നിന്നാണ് നാരദർ ജനിച്ചത് എന്നാണ് നാരദരെ സംബന്ധിക്കുന്ന നാരദർക്ക് 7 പ്രകാരത്തിലുള്ള ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 7-ൽ കൂടുതലും കാണാം. 7 മുഖ്യമായ ജന്മങ്ങളാണ്. അപ്പൊ അതിലൊന്ന് ബ്രഹ്മാവിൻ്റെ മടിയിൽ നിന്ന് നാരദർ ജനിക്കുന്നു.
പിന്നെ ആരൊക്കെയാണ് ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായിട്ട്? ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്ന് ജനിച്ചവരാണ് സപ്തർഷികൾ, 7 ഋഷിമാർ. ആരൊക്കെയാണ് ആ സപ്തർഷികൾ? മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, വസിഷ്ഠൻ, പുലഹൻ, ക്രതു. ഈ 7 പേര് ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്ന് ജാതമായവരാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു കഥ പറയുമ്പോൾ, അത് പുരാണമാവട്ടെ ഇതിഹാസമാവട്ടെ ഏതോ ആവട്ടെ, കഥ പറയുന്ന സമയത്ത് ഈ ഒരു ഉപനിഷത്തിന്റെ അല്ലെങ്കിൽ വേദത്തിന്റെ തത്വപ്രതിപാദനത്തിന് യോജിക്കാതെ അതങ്ങനെ വേറിട്ട് നിൽക്കുന്നു എങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ആത്യന്തികമായി വേദത്തിന്റെ താല്പര്യത്തെയാണ് ഈ പറഞ്ഞ ഉപനിഷത്താകട്ടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ നിലവിലുള്ള വേദത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ പലവട്ടം പറഞ്ഞിട്ടുള്ള, പക്ഷെ നിങ്ങൾ ഇവിടെ ചേർത്ത് മനസ്സിലാക്കണം. വ്യാസർക്ക് 4 മക്കളുണ്ട്. ഈ 4 മക്കള് ധൃതരാഷ്ട്രൻ, വിതുരൻ, സഞ്ജയൻ, ശ്രീശുക ബ്രഹ്മർഷി. ഇങ്ങനെ 4 പേരാണ് വ്യാസർക്ക് മക്കളായിട്ടുള്ളത്. അപ്പൊ ഈ 4 പേര് വേദത്തിന്റെ തത്വപ്രതിപാദനത്തിന്റെ പ്രതീകങ്ങളാണ്. ധർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നു വിതുരൻ, അർത്ഥത്തെ പ്രതിനിധാനം ചെയ്യുന്നു ധൃതരാഷ്ട്രൻ, കാമത്തെ പ്രതിനിധാനം ചെയ്യുന്നു പാണ്ഡു, മോക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്നു ശ്രീശുക ബ്രഹ്മർഷി. അപ്പോ പുരുഷാർത്ഥങ്ങളെ ആണ് തൻ്റെ 4 മക്കളായിട്ട് വ്യാസർ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അപ്പൊ ഈ തത്വപ്രതിപാദനത്തിന് പലപ്പോഴും യോജിക്കാത്ത വിധത്തിൽ കഥ മുന്നോട്ട് പോകും. ആ സമയത്ത് നമ്മൾ ഏതിനെയാണ് സ്വീകരിക്കേണ്ടത്? ലോക നിയമമാണോ തത്വപ്രതിപാദനമാണോ? കാരണം ലോകം അങ്ങനെയാണ്. ഈ ബാലിയുടെ വധം, ചമ്പൂകന്റെ വധം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തത്വപ്രതിപാദനത്തെ പാടെ വിസ്മരിച്ച് ലോക നിയമത്തെ സ്വീകരിക്കുന്നു. അത് അങ്ങനെ ചെയ്തുകൂടാ എന്ന് ധർമ്മശാസ്ത്രത്തിൽ കൃത്യമായി വ്യാസരും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ എന്താ വേണ്ടത്? ലോക നിയമത്തെ പരിത്യജിക്കണം, എന്നിട്ടോ തത്വപ്രതിപാദനത്തിനെ സ്വീകരിക്കണം. ഇങ്ങനെ തള്ളേണ്ടത് തള്ളുക, കൊള്ളേണ്ടത് കൊള്ളുക, ഇത് ഈ കഥയുടെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കഥ കേൾക്കുമ്പോൾ തന്നെ തോന്നും ബ്രഹ്മാവിന്റെ തുടയിൽ നിന്ന് നാരദർ ജനിച്ചു. എന്താണിത്? തുടയിൽ നിന്നൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ അതിനെ കുറെ സയൻസ് ഒക്കെ പറയുന്ന ചില വിദ്വാന്മാരുണ്ട്. അവർക്ക് വാസ്തവത്തിൽ അവർക്ക് സയൻസും അറിയില്ല, സ്പിരിച്വാലിറ്റി അറിയില്ല. അവർ പറയും അങ്ങനെ തുടയിൽ നിന്നൊക്കെ നമ്മളെ ഉണ്ടാക്കാം, ക്ലോണിങ് ഒക്കെ അങ്ങനെയാണല്ലോ, ഒരു തുടയിൽ നിന്ന് ഒരു രോമം എടുത്തിട്ട് നമ്മളെ സൃഷ്ടിക്കാൻ സാധിക്കും, സയൻസ് അത് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതല്ല വേദാന്തം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ സ്ക്രിപ്റ്റേഴ്സ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയുള്ളൂ. അപ്പൊ അതിൽ കിടന്ന് വലിയ ചിന്തയൊന്നും നടത്തേണ്ടതില്ല. പക്ഷെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ മനസ്സിൽ നിന്നാണ്, ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നാണ് സപ്തർഷികൾ ആവിർഭൂതമായത്. അതുപോലെ ബ്രഹ്മാവിന്റെ തുടയിൽ നിന്നാണ് നാരദര് എന്താ പറയാ ജനിച്ചത്. അതേസമയം ബ്രഹ്മാവിന് ക്രോധമുണ്ടായി. ബ്രഹ്മാവിന്റെ ആ ദ്വേഷ്യഭാവത്തിൽ നിന്നാണ് ഈ രുദ്രൻ ജനിക്കുന്നത്. രോഷത്തിൽ നിന്നാണ് രുദ്രൻ ഉണ്ടാകുന്നത്. അതുപോലെ ബ്രഹ്മാവിന്റെ വലത് കൈയിലെ
പെരുവിരലിൽ നിന്നാണ് ദക്ഷൻ ജനിക്കുന്നത്. വീണ്ടും മനസ്സിൽ നിന്നാണ് സനകാദികൾ ജനിക്കുന്നത്. സനകൻ, സനന്ദനൻ, സനാതനൻ, സനത് കുമാരൻ എന്ന് പറയുന്ന സനകാദികൾ ജനിക്കുന്നത്. പിന്നെ അപ്പോൾ എല്ലാം പുരുഷന്മാരാണ്, സ്ത്രീകളായിട്ട് ആരുമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇടത് കൈയില് പെരുവിരലിൽ നിന്ന് ഈ വീരണി എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവിന് ഒരു പുത്രി ജനിക്കുന്നുണ്ട്. ഈ വീരണിയെയാണ് ദക്ഷൻ വിവാഹം കഴിക്കുന്നത്. ദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ഭാഗവതത്തിലല്ല, ദേവി ഭാഗവതം. ഈ ദേവി ഭാഗവതത്തില് ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പല കഥകളും പറയുന്നുണ്ട്. അപ്പൊ ഈ നാരദന് ഇങ്ങനെ അനേകം ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ടത് ഒന്നല്ല, ഈ നാരദൻ തന്നെ നാരദനെ പരിചയപ്പെടുത്തുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തില്, സപ്തമസ്കന്ധത്തില്. അത് നാരദർ ഒരു വീട്ടുജോലി ചെയ്തു വന്നിരുന്ന ആ വീട്ടുജോലിക്കാരിക്ക് ഒരു പൂർവ്വ കഥയൊക്കെ ഉണ്ട്. എന്തായാലും ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, അവര് ഈ ആളുകളുടെ വീടുകളിലൊക്കെ പോയി ജോലി ചെയ്യും. അങ്ങനെ അവര് നിത്യവൃത്തി കഴിഞ്ഞു പോരുന്നവരാ. അപ്പൊ അവരുടെ കുട്ടിയാണ് നാരദൻ. അവര് ഈ കുട്ടിയെ പ്രസവിച്ച സമയത്ത് അവിടെ ഒരു കൊടും വരൾച്ചയുള്ള കാലമായിരുന്നു. അപ്പൊ ഈ വരൾച്ചയിലാണ് ഈ കുട്ടി ജനിച്ചത്. ഈ കുട്ടി ജനിച്ചതോടുകൂടി അവിടെ നല്ല മഴ പെയ്തു. അപ്പൊ ഈ മഴ നാട്ടില് സുലഭമായിട്ട് പെയ്തപ്പോ അതിന്റെ കാരണം അന്വേഷിച്ച് ബ്രാഹ്മണര് ഇത് കണ്ടെത്തി. ഈ സ്ത്രീ ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തിട്ടുണ്ട്, ഇവൻ ശ്രേഷ്ഠനാണ്. അങ്ങനെ ഇവന് നാരദൻ എന്ന് പേര് കൊടുത്തു. അപ്പൊ അവിടെ ബ്രാഹ്മണര് നാരദൻ എന്ന് വിളിക്കുമ്പോൾ, നാരം എന്ന് പറഞ്ഞാൽ ജലം എന്നാണ്. ജലം എന്നൊരർത്ഥമുണ്ട്. ആ ജലത്തിൽ അയനം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് നാരായണൻ എന്ന് പറയുന്നത്. അപ്പൊ നാരം ദദാതി, ജലത്തെ നൽകിയവനാണ്. ഈ സമൂഹത്തിന് ജലത്തെ നൽകിയവൻ ആയതുകൊണ്ട് നാരദൻ എന്ന് പേരിട്ടു. ഇതൊക്കെ, ഈ ഒരു സംസ്കാരമൊക്കെ നമ്മൾ അത്ഭുതത്തോടു കൂടി കാണുകയും കേൾക്കുകയൊന്നും വേണ്ട. യൂറോപ്പിൽ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലൊക്കെ അവർ ഈ കുട്ടികൾക്ക് പേരിടുന്നത്, ഇപ്പൊ സണ്ണി എന്ന പേര് നല്ല സൺലൈറ്റ് ഉള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് ഇടുന്ന ഒരു പേരാ സണ്ണി. അങ്ങനെ ഉണ്ട് അത്ര. നമുക്കത് എന്താ പറയാ, അവിടുന്ന് തന്നെ ഒരു സണ്ണി പറഞ്ഞു തന്ന ഇംഗ്ലണ്ട് അദ്ദേഹത്തിന് ഈ പേര് വരാനുള്ള കാരണം. അപ്പൊ നമ്മൾ ഈ ഇന്ത്യൻ ഇത്തരം ഈ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പേരിന്റെ പിറകിലെ ഹിസ്റ്ററി പറയുമ്പം അദ്ദേഹം പറഞ്ഞതാ, ഇത് ലോകം മുഴുവൻ ഉണ്ട്. അങ്ങനെ സണ്ണി എന്ന് പറയും, സണ്ണി എന്ന് പേരിട്ടു. നല്ല സൺലൈറ്റ് അവിടെ, ഈ അപൂർവമാണല്ലോ ഈ സൺലൈറ്റ്. വളരെ സന്തോഷമായിട്ട് ഇവൻ അങ്ങോട്ട് ജനിച്ച ദിവസം നല്ല സൂര്യപ്രകാശമൊക്കെ വന്നപ്പോൾ ഇരിക്കട്ടെ ഇവന് സണ്ണി. അപ്പൊ നമ്മുടെ പേരും ഈ സന്ദീപ് എന്നാണ്. അപ്പൊ അത് തമ്മിലുള്ള ഒരു സാമ്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ കഥ പറഞ്ഞത്. അപ്പൊ അത് ലോകത്ത് പലയിടത്തും ഇതുണ്ട്. അപ്പൊ നാരദന് ഇങ്ങനെ ഒരു പേര് കിട്ടി, നാരം ദദാതി, ജലത്തെ സമൂഹത്തിന്, ആ നാടിന് നൽകിയവൻ എന്നുള്ള അർത്ഥത്തില് ജ്ഞാനികളായിട്ടുള്ള ആളുകള് നാരദർക്ക് ഇങ്ങനെ പേരിട്ടു. ആ പേര് പിന്നീട് അന്വർത്ഥമാക്കുന്നത് നാരം ദദാതി എന്ന് പറയുമ്പോൾ അവിടെ നാരം എന്ന് പറഞ്ഞാൽ പരമാത്മവിഷയകം ജ്ഞാനം നാരം ഇതി ഉച്യതേ എന്ന് കൃത്യമായിട്ട് ശങ്കര ഭഗവത്പാദരൊക്കെ പറയുന്നത്. ഭാഷാശാസ്ത്രത്തില് അതിനങ്ങനെ നിരുക്തം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിരുക്ത ശാസ്ത്രത്തിൽ അങ്ങനെയാണ്. അപ്പൊ പരമാത്മവിഷയകമായ ജ്ഞാനവും ദാഹജലം പോലെ നൽകിയവനാണ് നാരദർ. അപ്പൊ ആ കുട്ടി ചെറുപ്പത്തിൽ തന്നെ നല്ല ശ്രദ്ധാലുവാണ്. അപ്പൊ ഈ ചാതുർമാസ്യ വ്രതം ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് പഴയ ഭാരതീയ സംസ്കാരത്തില്. ഗുരുപൂർണിമയിലാണ് അത് ആരംഭിക്കുക. തുടർന്ന് വരുന്ന 4 മാസങ്ങൾ. ഈ 4 മാസങ്ങൾ വ്രതം പൂണ്ട് ആധ്യാത്മിക ചിന്തകളും സാധനകളും
അവസാനം അതിൻ്റെ ഭാഗമായിട്ട് ഗംഗയിൽ പോയി മുങ്ങലും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. നമ്മുടെ ശബരിമല പോലെയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിൽ ഈ ചാതുർമാസ്യ വ്രതം, സന്യാസിമാർക്ക് വിശേഷിച്ചു. അപ്പൊ ഇങ്ങനെ ചാതുർമാസ്യ വ്രതത്തിൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഈ സന്യാസിമാര്, ജ്ഞാനികളായിട്ടുള്ള ആളുകൾ ദേശാന്തരം, ഇങ്ങനെ ദേശം തോറും അവര് ഇങ്ങനെ പോകും, സഞ്ചരിക്കും. അങ്ങനെ ഓരോ സ്ഥലത്ത് താമസിച്ച് അവിടെ കുറച്ചു കാലം ജനങ്ങളുമായിട്ട് സംവദിച്ച് അവരവിടുന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകും. അങ്ങനെ കുറച്ച് ഋഷീശ്വരന്മാര് നാരദരുടെ ഗ്രാമത്തിൽ വന്നു. അങ്ങനെ നാരദരുടെ ഗ്രാമത്തിൽ വന്നപ്പം അവർക്ക് പരിചരണങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നാരദരുടെ അമ്മയെയും നാരദരെയും അവിടുത്തെ രാജാവ് നിയോഗിച്ചു. ഇതേ കഥ തന്നെ വ്യത്യസ്തമായിട്ട് പലയിടത്തും കാണാം. അപ്പൊ ഈ കഥ കഴിയുമ്പോൾ നിങ്ങൾ അതിൽ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് ചോദിക്കേണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിങ്ങനെ ഉണ്ട്, ചില ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ വാത്മീകി രാമായണത്തിൽ കാണുന്നതും അധ്യാത്മ രാമായണത്തിലും ഭേദങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് പറയുന്നത് സപ്തമ സ്കന്ധത്തിലെ ശ്രീമദ് ഭാഗവതത്തിൽ നിന്നാണ്. അപ്പോ ഇവർക്ക് നാരദരെ വളരെ ബോധിച്ചു. ചെറിയ പയ്യൻ ഇവര് കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കിയൊക്കെ ഇവര് നാരദർക്ക് കൊടുക്കും. അവൻ അതൊക്കെ കഴിച്ച് ഈ ഋഷിമാരുടെ ഉച്ഛിഷ്ടമൊക്കെ സേവിച്ച് അവരെ പരിചരിച്ച് അവരുടെ സത്സംഗങ്ങളിൽ അതീവ ശ്രദ്ധാലുവായി പങ്കെടുത്ത് ഇവന് ഭയങ്കര താല്പര്യമായി. അങ്ങനെ ഇവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കൂടെ വരണം എന്നൊക്കെയുള്ള ആഗ്രഹമൊക്കെ പറഞ്ഞു. പക്ഷെ അത് നടന്നില്ല. അമ്മ ഉള്ളത് കൊണ്ട് അവർ പറഞ്ഞു, ഈ വീട്ടിലെ അമ്മയെ നോക്കണം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നാരദർക്ക് അമ്മ ഒരു ബന്ധനമായിരുന്നു. നാരദർ അമ്മയെ വിട്ടു പോകാനും തയ്യാറായില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മയെ പാമ്പ് കടിച്ചു, അമ്മ മരിച്ചു. അപ്പൊ നാരദർ ഉടനെ ചിന്തിച്ചു, ഇത് എന്നെ സ്വതന്ത്രമാക്കിയതാണ്. അമ്മയുടെ വിയോഗം ദുഃഖം ഉണ്ടാക്കിയെങ്കിലും തളർത്താതെ ഉടനെ ഋഷിമാരെ അന്വേഷിച്ച് നാരദര് പോകുന്നതാണ്. ഇങ്ങനെ നാരദര് എല്ലാ നാട്ടിലും എല്ലാ ലോകത്തും സർവത്ര എല്ലായിടത്തും നാരദര് കയറി ചെല്ലും. നാരദർക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഒരിടവുമില്ല. അത് അസുരന്മാരാകട്ടെ ദേവന്മാരാകട്ടെ എല്ലാവരും നാരദരെ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. തത്വചിന്ത ചെയ്യുമ്പം അറിവ് എല്ലാവരും ബഹുമാനിക്കുന്നതാണ്. അത് ഏത് കള്ളന്മാരാണെങ്കിലും കൊള്ളക്കാരാണെങ്കിലും മൂല്യങ്ങൾ അവരും അനുവർത്തിക്കുന്നുണ്ട്. അവരുടെ ആക്ടിവിറ്റി അധർമ്മമാണെങ്കിലും അവരുടെ ഉള്ളിലും സത്യം പറയണം എന്നൊക്കെയുള്ള ചില നിയമാവലികൾ കർക്കശമാണ്. അതിൻ്റെ ഒരു സിംബോളിസമാണ് നാരദർക്ക് എവിടെയും ഏത് സമയത്തും ആരുടെ അന്തഃപുരത്തിലും നാരദർക്ക് പ്രവേശനമുണ്ട്. നാരദർക്ക് കാത്തു നിൽക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ നാരദർക്കില്ല. പിന്നെ നാരദര് ഉപബർഹണൻ എന്ന് പറയുന്ന ഒരു ഗന്ധർവനായിട്ട് ഗന്ധർവനായി ജനിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ നാരദൻ ഒരു സ്ത്രീയായിട്ട് ജനിക്കുന്നുണ്ട്. അത് ഭഗവാൻ കൃഷ്ണനൊപ്പം ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് വിമാനയാത്ര നടത്തുക, ആകാശഗമനം നടത്തുക ശ്രീകൃഷ്ണനൊപ്പം. അപ്പോൾ ഒരു തടാകം കണ്ടപ്പോൾ നാരദർക്ക് തോന്നി, എനിക്കൊന്ന് കുറച്ച് വെള്ളം കുടിക്കണം എന്ന്. അപ്പോൾ ഈ കോപ്റ്റർ ഇറക്കി കൊടുത്തു കൃഷ്ണൻ. വെള്ളം കുടിക്കുന്നതിന് തൊട്ട് മുമ്പ് കൃഷ്ണൻ പറഞ്ഞു, നാരദരെ കുളി കഴിഞ്ഞിട്ടേ വെള്ളം കുടിക്കാവൂ എന്ന്. അത് ഗൗനിച്ചില്ല. അത് ഗൗനിക്കാതെ ഈ നാരദൻ വെള്ളം കുടിച്ചപ്പോൾ നാരദർ ഒരു സ്ത്രീയായി മാറി. പിന്നെ നോക്കിയ സമയത്ത് കൃഷ്ണനെയൊന്നും കാണാനില്ല. അപ്പോ എവിടെ പോയി കൃഷ്ണൻ? ഒരു രക്ഷയില്ല. മൂപ്പര് അവിടെയൊക്കെ തെരഞ്ഞിട്ടും കാണാനില്ല. അവസാനം കാട്ടിൽ അലഞ്ഞ് ഒരാശ്രമത്തിൽ
ഋഷിയുടെ ആശ്രമത്തിൽ ചെല്ലുന്നു. അങ്ങനെ വളരെ സുന്ദരിയായിട്ടുള്ള ഈ നാരദരെ കണ്ടിട്ട്, സ്ത്രീ രൂപത്തെ കണ്ട് വളരെ സന്തോഷമായിട്ട് അദ്ദേഹം അവിടെ കൂടാൻ അനുവദിച്ചു. ക്രമത്തിൽ അവിടെ അവര് തമ്മിൽ ദാമ്പത്യത്തിൽ ഏർപ്പെടുന്നതായിട്ടുള്ള കഥയുണ്ട്. ഈ എന്താ ഈ അത്ഭുത രാമായണത്തില് ഈ നാരദർക്ക് കുറച്ച് അഹങ്കാരമുള്ള ആളായിരുന്നു നാരദർ. എന്താ ആ അഹങ്കാരം? നാരദരുടെ സംഗീതത്തിലുള്ള അഹങ്കാരമാണ്. അപ്പൊ അതൊന്ന് മഹാവിഷ്ണു തന്നെ ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് നാരദരെ ഒരു കാട്ടിൽ കൊണ്ടുപോയി. അപ്പൊ കാട്ടിൽ കൊണ്ടുപോയപ്പോ അവിടെ കുറെ സ്ത്രീകൾ അംഗങ്ങളൊക്കെ ഛേദിക്കപ്പെട്ട് ശരീരത്തിന്റെ പല പാർട്സ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. അത് നാരദർക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷമായി. അവർക്കൊക്കെ ജീവനും ഉണ്ട്. അപ്പൊ നാരദര് മഹാവിഷ്ണുവിനോട് ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെയാവാൻ കാരണം? അപ്പോ മഹാവിഷ്ണു തന്നെ അവരോട് ചോദിച്ചു, എന്തു പറ്റി നിങ്ങൾക്ക്, എന്താണ് ഇതിന്റെ കാരണം? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങള് ഈ രാഗത്തിന്റെ അതിദേവതകളാണ്. വളരെ രസമുള്ള ഒരു കഥയാണ്. ഞങ്ങൾ രാഗത്തിന്റെ അതിദേവതകളായിട്ടുള്ള രാഗിണികളാണ്. ഞങ്ങളാണ് ഇതിന്റെ അതോറിറ്റി എന്ന് പറയുക. ഈ നാരദര് തോന്നിയതുപോലെ രാഗം ഒന്നും ശരിയല്ലാതെ പാടിയപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ അംഗം ഛേദിക്കപ്പെട്ട് ഞങ്ങളുടെ ഈ പരുവത്തിലായി. ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ ഇതാണെന്ന് പറയാം. നമ്മൾ ചിലരൊക്കെ പാടുമ്പം പറയല്ലോ, ഓ ഈശ്വര, അൺസഹിക്കബിൾ, എൻ്റെ ചെവി പൊട്ടിപ്പോണു, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന്. ഈ അടുത്ത ദിവസം ഒരാള് നമുക്ക് ഒരു വീഡിയോ അയച്ചിരുന്നു. ആ വീഡിയോ ഭയങ്കര കോമഡിയാണ്. എന്താ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുദാസ് പാടി നല്ല ഗംഭീരമായിട്ട് പാടിയിട്ടുള്ള പാട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ പോയിട്ട് ഒരാൾ പാടുന്നതാണ്. അത് അദ്ദേഹം സഹിക്കാണ്, പാവം. അതെങ്ങനെ അത് സഹിക്കുന്നുണ്ട്. അപ്പോ അതിൽ കണ്ടു കൊടുത്തിട്ടുണ്ട്, ചാൾസ് ശോഭരായന് മാത്രമേ ഇത്ര ധൈര്യം ഉണ്ടായിട്ടുള്ളൂ. അപ്പോ ഇതൊക്കെ നമ്മൾ ഈ എന്താ ഇപ്പോ സ്വാമി ഒരാൾക്ക് പാടിക്കൂടെ? സ്വാമി ഇടയ്ക്കൊക്കെ പാടുമ്പോ ഇതൊക്കെ തന്നെയാണല്ലോ, രാഗിണിമാര് ഒക്കെ അംഗവിച്ഛേദം വരുന്നുണ്ടല്ലോ. ശരിയാണ്, ഇല്ല എന്നല്ല. പക്ഷെ നമ്മളൊരു സ്റ്റേജ് പെർഫോമൻസിനൊന്നും മുതിരാറില്ല. അതിനിപ്പോ ഇവിടെ കണ്ണനൊക്കെ ഉള്ളപ്പോ നമ്മൾ അതിന് മുതിരാറില്ല എന്ന് പറയും. അപ്പൊ എന്തായാലും നാരദരുടെ ഇതോടുകൂടി നാരദർക്ക് മനസ്സിലായി, എൻ്റെ കാര്യം, ഞാൻ അത്ര വലിയ കേമനൊന്നുമല്ല എന്ന്. ഇത് അത്ഭുത രാമായണത്തിൽ പറയുന്ന, അത്ഭുത രാമായണം എന്ന് പറഞ്ഞാൽ വാത്മീകി രാമായണത്തിന്റെ ഒരു മറ്റൊരു വേർഷൻ. അത്ഭുത രാമായണത്തിന്റെ എന്താന്ന് പറഞ്ഞാല്, ഈ ഇനി അതായത് ഈ രാവണനെ വധിച്ചതിന് ശേഷം പിന്നെ ഈ രാമായണത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വരികയാണല്ലോ. അതോടുകൂടി കാര്യങ്ങളൊക്കെ ഒരു പരിസമാപ്തിയിലെത്തുന്നു. പക്ഷെ രാവണന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഒരു വിദ്വാനുണ്ട്, സഹസ്രമുഖൻ. ഈ സഹസ്രമുഖൻ ഈ രാവണനെ വധിച്ചതിന്റെ ദേഷ്യം തീർക്കാൻ ശ്രീരാമനോട് യുദ്ധം ചെയ്തു. അപ്പൊ ശ്രീരാമൻ ഈ സഹസ്രമുഖനോട് ദാരുണമായി തോറ്റു, പരാജയപ്പെട്ടു. സഹസ്രമുഖൻ വധിച്ചില്ല. പക്ഷെ സീത അതിഗംഭീരമായിട്ട് സഹസ്രമുഖനോട് യുദ്ധം ചെയ്തു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലൂടെ പറയുന്ന രാമായണമാണ് ഈ അത്ഭുത രാമായണം. ഈ അത്ഭുത രാമായണത്തില് ഈ രാവണന്റെ നമ്മുടെ നാരദരുടെ ഇത്യാദി കഥകളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഈ നമ്മുടെ ഹനുമാൻ സ്വാമി മൂപ്പരും ഇതേപോലെ സംഗീതത്തില് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ഉള്ള ആളാണ്, ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളാണ്. പക്ഷെ ആരോടും അങ്ങനെ പറഞ്ഞു നടക്കാറില്ല. നാരദർക്ക് ഒരു ധാരണ ഉണ്ട്, ഞാനാണ് ഇതില് ഏറ്റവും ഫൈനൽ അതോറിറ്റി എന്ന്. അങ്ങനെ ഇവരൊരിക്കലും ഈ പ്രയാഗിൽ, നമ്മൾ ഹിമാലയത്തിൽ പോകുമ്പോൾ ആ സ്ഥലം കാണാം, ദേവപ്രയാഗ്.
ദേവപ്രയാഗോ നന്ദപ്രയാഗോ രുദ്രപ്രയാഗോ ഏതൊരു പ്രയാഗിലാണ് ഈ സംഭവം. അവിടെ ഒരു ഈ പ്രയാഗ് എന്ന് പറഞ്ഞാൽ രണ്ട് നദികൾ ചേരുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ അവിടെ ഒരു പാറയുണ്ട്, വലിയ പാറ ഹൈറ്റിൽ. അവിടെ നാരദർക്ക് ഒരു ക്ഷേത്രമുണ്ട്, ഹനുമാൻ. അപ്പൊ ഇവിടെ ഇരുന്ന് ഹനുമാൻ ഒരു രാഗവിസ്താരം നടത്തും. അപ്പൊ നാരദർ ഇത് കേട്ടിട്ട് കോരിത്തരിച്ച് അങ്ങനെ ഇരുന്നു പോയി. അപ്പൊ ആ പാറപ്പുറത്താണ് നാരദരുടെ വീണ വെച്ചത്. അപ്പൊ പാറ മെൽറ്റ് ചെയ്തിട്ട് വീണ അതിൻ്റെ ഉള്ളിലായിപ്പോയി. അപ്പൊ പാട്ടൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നാരദര് കരുതിയോ ഇത്രയേ ഉള്ളൂ, ഇത് പാട്ട് പാടിയാൽ അലിയുന്ന വീണയാണ്, എന്നാ ഞാൻ അങ്ങോട്ട് അലിയിപ്പിക്കാം എന്ന് കരുതി നാരദര് പാടാൻ തുടങ്ങി. പല പാട്ടും നാരദര് പാടിയപ്പോ പാറ കടുപ്പിക്കുക എന്നല്ലാതെ യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ അവസാനം വീണ്ടും ഹനുമാൻ തന്നെ ചിരിച്ചുകൊണ്ട് വീണ്ടും ഒരു പാട്ടുപാടി അതിഗംഭീരമായിട്ട് സംഗീതം ആലപിച്ചു. അതിൽ മതിമറന്ന് നാരദരും അത് ആസ്വദിച്ച് ആ സമയത്ത് വീണ്ടും പാറ മെൽറ്റ് ചെയ്ത് നാരദർക്ക് ആ വീണ പുറത്തെടുക്കാൻ സാധിച്ചു എന്നാണ്. ഇങ്ങനെ നാരദരെ സംബന്ധിച്ച് ഒരുപാട് കഥകൾ നമുക്ക് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും കാണാം. നാരദൻ നമുക്ക് എങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ ചാന്തോക്യോപനിഷത്തിലാണ് സനത്കുമാരനും നാരദരും തമ്മിലുള്ള അതിഗംഭീരമായിട്ടുള്ള സംവാദം വരുന്നത്. പിന്നെ നാരദൻ ഈ പുഴുവായിട്ടുള്ള കഥ, അങ്ങനെ മോക്ഷം കിട്ടി, അതും പുരാണത്തിൽ വരുന്നതാണ്. അങ്ങനെ നാരദരെ സംബന്ധിച്ച് ഒരുപാട് കഥകൾ നമുക്ക് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും കാണാമെന്ന് പറയാം. ഇതാണ് നാരദരെ കുറിച്ചുള്ള ഒരു ഏകദേശ എന്താ പറയുക ബയോഗ്രഫി. നാരദരുടെ ഫിലോസഫി എന്ന് പറയുന്നതാണ് നാരദ ഭക്തിസൂത്രം. നാരദരുടേത് എന്ന് പറയപ്പെടുന്നതാണ്. അത് അതിഗംഭീരമാണ്. സാത്വസ്മിൻ അതാദോ ഭക്തിം വ്യാഖ്യാസ്യാമഹ, അനന്തരം ഞങ്ങൾ ഭക്തിയെ വ്യാഖ്യാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സാത്വസ്മിൻ പരമപ്രേമ രൂപ എന്ന് പറഞ്ഞുകൊണ്ട് 10-50 താഴെ വരുന്ന സൂത്രങ്ങളെ ഭക്തിയുടെ ഒരു ആധികാരിക ഗ്രന്ഥമായിട്ട് ഈ ആധ്യാത്മിക ലോകം കരുതി പോരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊഫൈലിൽ പോയാൽ യൂട്യൂബ് ചാനലിൽ നാരദ ഭക്തി സൂത്രത്തിൻ്റെ മുഴുവൻ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറേ എപ്പിസോഡുകളുണ്ട്. അത് കാണാൻ നിങ്ങൾ ശ്രദ്ധ വെച്ചാൽ നാരദ ഭക്തി സൂത്രം എന്ന് പറയുന്ന ഭക്തി ഗ്രന്ഥം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇത്രയാണ് നാരദരെ സംബന്ധിക്കുന്ന ഒരു ചെറിയ വിവരണം. ഇനി നമുക്ക് എന്താണ് നാരദരും ശ്രീരാമൻ തമ്മിൽ നടന്നിട്ടുള്ള സംവാദം, അതാണ് അതൊരു ഉപനിഷത്തിന് സമാനമായ അല്ലെങ്കിൽ ഒരു പ്രകരണ ഗ്രന്ഥം എന്ന നിലയിൽ വേദത്തെ കൂടുതൽ അടുത്ത് പരിചയപ്പെടുത്തുന്ന വിധത്തിൽ നാരദര് ശ്രീരാമനോട് ഈ തത്വചിന്ത നടത്തും. ശ്രീരാമൻ കേട്ടിരിക്കുകയാണ്. അതില് പറഞ്ഞു, ഹേ രാമ, ത്വം വിഷ്ണുർ ജാനകി ലക്ഷ്മി, ശിവസ്ത്വം ജാനകി ശിവ, ബ്രഹ്മാത്വം ജാനകി വാണി, സൂര്യസ്ത്വം ജാനകി പ്രഭ, ഭവാൻ സീതാത്വ രോഹിണി ശുഭലക്ഷണ, ശക്രസ്ത്വമേവ പൗലോമി, സീതാ സ്വാഹ നലോ ഭവാൻ. ഇങ്ങനെ ഓരോരോ ഭാര്യ ഭർത്തൃ സങ്കല്പത്തിൽ ഭാരതീയ ദർശനങ്ങളിൽ എവിടെയൊക്കെ എന്തൊക്കെ പറയപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം അങ്ങും സീതയുമാകുന്നു. അവസാനം നാരദൻ പറഞ്ഞു, ലോകേ സ്ത്രീവാചകം യാവത്, എന്തൊക്കെയാണോ സ്ത്രീവാചകമായിട്ട് ലോകത്തിലുള്ളത്, സർവം താവത് സർവം ജാനകി ശുഭ,
അതെല്ലാം തന്നെ ശ്രേഷ്ഠയായ സീതയാകുന്നു. പുന്നാമ വാചകം യാവത്, ഏതൊക്കെയാണോ പുരുഷനാമത്തിൽ കുറിക്കപ്പെട്ടിട്ടുള്ളത് അതൊക്കെ തന്നെ തദ്ദേവ യുവാഭ്യാം നാസ്തി അതെ തത് പുന്നാമ വാചകം യാവത് സർവം ത്വം ഹി രാഘവ, അതെല്ലാം തന്നെ അങ്ങ് തന്നെ ആകുന്നു. അപ്പോ അങ്ങല്ലാതെ അങ്ങയുടെ ധർമ്മപത്നിയാകുന്ന സീതയല്ലാതെ ഈ ലോകത്ത് മറ്റൊന്നും തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് എന്താണ് ലിംഗം, ലിംഗശരീരം എന്താണ് എന്ന് പറഞ്ഞു. അഹങ്കാരശ്ച ബുദ്ധിശ്ച പഞ്ചപ്രാണേന്ദ്രിയാണി ച ലിംഗമിത്യുച്യതേ പ്രാജ്ഞൈഃ ജന്മ മൃത്യു സുഖാദിമത്. ഇത് ക്ഷേത്രത്തിലെ ശിവലിംഗമാണെങ്കിലും അതൊരു അടയാളമാണ്. ക്ഷേത്രത്തിലെ ശിവലിംഗം, ആ അടയാളം, ആ ബിംബം എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? എന്ത് സന്ദേശമാണ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്? ഇതാണ് അഹങ്കാരശ്ച ബുദ്ധിശ്ച പഞ്ചപ്രാണേന്ദ്രിയാണിച്ച്. നമ്മുടെ ഞാൻ എന്ന അഹങ്കാരം, അതുപോലെ ബുദ്ധി, അതുപോലെ 5 ഇന്ദ്രിയ വിഷയങ്ങൾ, അത് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും, പഞ്ചപ്രാണന്മാർ, ഇതൊക്കെ ഇതിൽ നിന്ന് ഉൽപ്പന്നമായിട്ടുള്ള ജന്മമൃത്യു സുഖാദിമത്, ജന്മം, ജനനം, മരണം, അതിൻ്റെ ഇടയിൽ കിട്ടുന്ന നൈമിഷികമായിട്ടുള്ള സുഖങ്ങൾ, ഇതിനെയൊക്കെ ചേർത്തുകൊണ്ടാണ് ലിംഗം ഇതി ഉച്യത്തെ, ലിംഗം എന്ന് പറയുന്നത്. ആരാല്? പ്രാജ്ഞന്മാർ, അറിവുള്ളവർ എന്ന് പറഞ്ഞു. സയേവ ജീവസംജ്ഞശ്ച ലോകേ ഭാതി ജഗന്മയ അവാച്യാനാദ്യ വിദ്യൈവ കാരണോപാധിരുച്യത്തെ. അങ്ങനെ ഈ ജീവൻ എങ്ങനെയാണ് ലോകത്തില്, ഇതൊക്കെയാണ് ഇത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ് വിസ്തരിച്ച്. തുടർന്ന് സ്ഥൂലം, സൂക്ഷ്മം, കാരണം, ഇങ്ങനെ 3 ശരീരങ്ങളെ കുറിച്ച് പറഞ്ഞ് ജാഗ്രത് സ്വപ്ന സുഷുപ്ത്യാഖ്യ സംസൃതിർ യാ പ്രവർത്തതേ തസ്യ വിലക്ഷണ സാക്ഷി ചിന്മാത്രസ്തു നിരൂപണം. അപ്പൊ നമ്മളിലെ 3 അവസ്ഥകൾ, ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും. ഇതിലുണ്ടാവുന്ന ഒരു സംശയം, ഈ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നുള്ള മറ്റ് 2 അവസ്ഥകൾ, സ്വപ്നമാകട്ടെ സുഷുപ്തിയാകട്ടെ, ഈ സ്വപ്നത്തിനും സുഷുപ്തിക്കും ഉണ്മ നൽകുന്നത് ജാഗ്രത അവസ്ഥയിലെ ഞാനല്ലേ? സ്വാഭാവികമായ സംശയമാണ്. അപ്പോ എന്തുകൊണ്ടാണ് എനിക്ക് സ്വപ്നം കാണുന്ന സമയത്ത് ഇത് സ്വപ്നമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തത്? അപ്പൊ ഗാഢസുഷുപ്തി അനുഭവിക്കുന്ന എന്നെ സംബന്ധിച്ച് ഞാൻ ഗാഢസുഷുപ്തി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ പറ്റാത്തത്? ഉണർന്നു കഴിഞ്ഞിട്ടാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ യോഗികളായിട്ടുള്ള ആളുകള്, യോഗികളും ജ്ഞാനികളുമായിട്ടുള്ളവർ ഇങ്ങനെ ഈ അവസ്ഥയെ അവർ പ്രത്യേകം കാണുന്നു അല്ലെങ്കിൽ അറിയുന്നു. സാധാരണക്കാരന് അങ്ങനെ അറിയാൻ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? അങ്ങനെ യോഗികൾക്ക് അങ്ങനെ സാധിക്കുന്നു, മറ്റുള്ളവർക്ക് സാധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് ശരിയാണ്? എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്? നമുക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ വളരെ ആധികാരികമായിട്ട് ഒരു ചിന്ത ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അത് നമ്മൾ വിട്ടുപോകരുത്.
അത് വളരെ ആധികാരികമാണ്. അതെന്താണ്? അർജുനൻ ചോദിക്കുന്നതാണ്, ഈ ജ്ഞാനിയായിട്ടുള്ള ആള് എങ്ങനെ ഇരിക്കും? അവരുടെ ഭാഷ എന്താണ്? അവരെങ്ങനെയാണ് സംസാരിക്കുക? അത് അർജുനൻ ചോദിക്കുന്നത് 2-ാം അധ്യായം സാഖ്യയോഗത്തിലാണ്. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിം ആസീത വ്രജേത കിം. ഇത് നമ്മൾ മറന്നു പോകരുത്. അർജുനൻ വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഭഗവാനെ, ഈ പ്രജ്ഞ സ്ഥിതമായിട്ടുള്ള അറിവുറച്ച ആള്, അതാണ് സ്ഥിതപ്രജ്ഞ. അവരുടെ ഭാഷ എന്താണ്? അവരുടെ ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ വ്യവഹാരം? എന്നിട്ട് അർജുനൻ എടുത്തു ചോദിക്കുക ഓരോ കാര്യങ്ങൾ. സ്ഥിതധീ കിം പ്രഭാഷേത കിം ആസീത കിം വ്രജേത. അവർ നടക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അവർ ഇരിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അവരുടെ പ്രഭാഷണത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എങ്ങനെയാണ് അവര് സാധാരണ ആളിൽ നിന്ന് ഇവരെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അർജുനൻ ചോദിച്ചത്. അപ്പോ കൃഷ്ണൻ അതിന് ഉത്തരം പറയുന്നത്, പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവ ആത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്തതോച്യത്തെ. അർജുന, യഥാ സർവാൻ മനോഗതാൻ കാമാൻ പ്രജഹാതി. ഒരാള് എപ്പോഴാണോ തൻ്റെ മനസ്സിലുള്ള മനോഗതാൻ, മനസ്സിൽ ജാതമായിട്ടുള്ള കാമാൻ, ആഗ്രഹങ്ങളെ പ്രജഹാതി, നിശേഷം ഉപേക്ഷിക്കുന്നത്. എന്നിട്ടോ ആത്മന ഏവ യഥാ തുഷ്ട, തന്നിൽ തന്നെ സന്തോഷവാനായിട്ടിരിക്കുക. ഒന്നിൻ്റെയും സാന്നിധ്യമോ അസാന്നിധ്യമോ തന്നിൽ സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്നില്ല. ആ അവസ്ഥയെ ആര് പ്രാപിച്ചിരിക്കുന്നു? അവന്റെ പേര് സ്ഥിതപ്രജ്ഞൻ എന്നാണ്. എന്നിട്ട് ഭഗവാൻ ഒരു ഉദാഹരണം പറഞ്ഞു. യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. ഇതാണ് ക്ഷേത്രങ്ങളിൽ കൽവിളക്ക് പ്രതിഷ്ഠിച്ചതിൻ്റെ അടിയിൽ കൂർമ്മത്തിന്റെ മുകളിലാണ് ഈ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. വിളക്ക് ജ്ഞാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന. ഭഗവാൻ കൊടുക്കുന്ന ഉദാഹരണം ഇതാണ്. യഥാ സംഹരതേച്ച അയം കൂർമ്മ അങ്കാനി ഇവ സർവശ. എങ്ങനെയാണോ ആമ അതിനൊരു അപകടം വരുന്ന സമയത്ത് അതിൻ്റെ ഇന്ദ്രിയങ്ങളെ, തലയും കൈകളും കാലുകളും വാലും ഒക്കെ ഉള്ളിലേക്ക് ആക്കുന്നത്, അങ്ങനെ ഉള്ളിലാക്കി അതങ്ങനെ ഒരു പാറക്കഷ്ണം പോലെ അത് അവിടെ കിടക്കും. നായയൊക്കെ വന്നാൽ കുറേ നേരം അതിൻ്റെ മുകളിൽ പണിയെടുക്കുക എന്നല്ലാതെ ഒന്നും നടക്കില്ല. ഇതുപോലെ ഇന്ദ്രിയാർത്ഥേഭ്യ ഇന്ദ്രിയാണി, ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന്, നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇതിനെയൊക്കെ സംഹരതേ ഉപസംഹരിക്കുന്നു. എന്തെങ്കിലും കണ്ട ഉടനെ എനിക്കും വേണം എന്ന് പറഞ്ഞ് ചാടാതെ ഓടാതെ ഒരു സെൽഫ് കൺട്രോൾ എന്ന് നമ്മൾ പറയുന്ന, അത് ജ്ഞാനിയുടെ അവസ്ഥയാണ്. അതാണ് ജ്ഞാനി ചെയ്യുന്നത്. നീ ചോദിച്ചല്ലോ അർജുന, എങ്ങനെ നടക്കും, എങ്ങനെ ഇരിക്കും എന്നൊക്കെ. അയാൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇരിക്കലും നടക്കലും അതിലൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അയാൾ എന്താണ്? അയാള് പശ്യൻ, സ്പൃശൻ, ജിഗ്രൻ, ഉന്മിഷൻ, നിമിഷൻ, സ്വപൻ, ശ്വസൻ, എല്ലാ ആക്ടിവിറ്റിയും ആള് ചെയ്യും, സാധാരണക്കാരനെ പോലെ തന്നെ. അയാൾ ഉറങ്ങും, അയാൾ സ്വപ്നം കാണും, അയാൾ സുഷുപ്തി അനുഭവിക്കും, അയാൾ ഭക്ഷണം കഴിക്കും, ഇരിക്കും, നടക്കും, സംസാരിക്കും, എല്ലാം ഉണ്ട്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ.
ഇന്ദ്രിയേഷു ഇന്ദ്രിയാർത്ഥേ ഇതി വർത്തന്തെ. ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതിൻ്റെ രാഗദ്വേഷങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ. ജ്ഞാനി ഉറങ്ങും, ജ്ഞാനി ഒരു സ്വപ്നം കാണും, ഉണർന്നു കഴിഞ്ഞിട്ട് ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ട് സ്വപ്നത്തിന്റെ ദൃഷ്ടാന്തം എന്താണ് എന്ന് അറിയാൻ വേണ്ടി പോവില്ല. സ്വപ്നം സ്വപ്നം മാത്രമാണ്. ജാഗ്രത എല്ലാം അങ്ങനെയാണ്. ഇതിൽ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ജ്ഞാനികൾ ഇതൊക്കെ അറിയുന്നു, നമുക്കിത് അറിയാൻ പറ്റില്ല എന്ന് പറയുമ്പം നമുക്കിത് ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു മെസ്സേജ് ഇൻഡയറക്റ്റ് ആയിട്ട് ചിലർ ഇതിൽ ബോധപൂർവം കടത്തിവിടുന്നുണ്ട്. അത് തെറ്റാണ്. ഇവിടെ ആരെങ്കിലുമൊക്കെ, ഈ ദുനിയാവിൽ ആരെങ്കിലുമൊക്കെ ഈ സത്യത്തെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും സാധിക്കും. അതിന് തർക്കമൊന്നും വേണ്ട. അത് നിങ്ങളുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ നിങ്ങളുടെ പ്രായമോ നിങ്ങളുടെ ലിംഗമോ ഇതൊന്നും ഇവിടെ വിഷയമല്ല. വിഷയമാണ് എന്ന് ധർമ്മശാസ്ത്രം ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ അത് പറയുന്നുണ്ടെങ്കിൽ ആരെങ്കിലും, അത് അവരുടെ വിവരക്കേട് മാത്രമാണ്. അതേത് ദേവേന്ദ്രൻ പറഞ്ഞാലും. അപ്പോ ഇത് ഗീത നന്നായിട്ട് പറയുന്നുണ്ട്. ഗീതയിലുടനീളമുണ്ട് ഈ ആശയം. അപ്പോൾ ഇതിനെ നന്നായിട്ട് മനസ്സിലാക്കണം. തുടർന്ന് പറയുന്നതാണ്, രജ്ജോ അഹിമിവ ആത്മാനം ജീവം ജ്ഞാത്വാ ഭയം ഭവേത് പരമാത്മാഹമിതി ജ്ഞാത്വാ ഭയദുഃഖൈർ വിമുച്യത്തെ. വളരെ നല്ലൊരു ദൃഷ്ടാന്തം പറയുകയാണ്. എങ്ങനെയാണ് ഭയത്തിൽ നിന്ന് മോചനം സാധിക്കുക? രജ്ജോ അഹിം ഇവ. രജ്ജൗ, രജ്ജു എന്ന് പറഞ്ഞാൽ കയർ, അഹിം എന്ന് പറഞ്ഞാൽ പാമ്പ്. ഈ കയറില് പാമ്പിനെ നമ്മൾ കാണുന്നു, ആരോപിക്കുന്നു. വാസ്തവത്തിൽ അവിടെ ഒരു പാമ്പില്ല. ഒരരണ്ട വെളിച്ചത്തിൽ നമുക്ക് അങ്ങനെ ഒരു പ്രതീതമായതാണ്, സർപ്പപ്രതീതി ഉണ്ടായതാണ്. അതെങ്ങനെയാണ്? അതുപോലെ ആത്മാനം ജീവം ജ്ഞാത്വ, ആത്മാവിനെ ജീവൻ എന്ന് മനസ്സിലാക്കുന്നു. കയറിനെ പാമ്പെന്നതുപോലെ ആത്മാവിനെ ജീവൻ എന്ന് മനസ്സിലാക്കി ഭയം ഭവേത്, ഭയം ഉണ്ടാവുന്നു. അപ്പൊ ഇതിന്റെ നാശം, ഇതില്ലാതെയാവും, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുന്നു. അഹം പരമാത്മാ ഇതി ജ്ഞാത്വ. അപ്പൊ ആരാണോ ഞാൻ പരമാത്മാവാണ് എന്നറിയുന്നത്, ഭയദുഃഖൈ വിമുച്യത്തെ, അവൻ പിന്നെ ആ ഭയത്തിൽ നിന്ന് മോചിതനാകും. അപ്പൊ ഈ കയറിൽ പാമ്പിനെ കണ്ട് തലകറങ്ങി വീണ ആളെ മറ്റൊരാള് മെല്ലെ പൊക്കിയെടുത്തിട്ട് ടോർച്ച് ലൈറ്റ് അടിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. എടാ പൊട്ട, ഇത് കേവലം ഒരു കയറ് മാത്രമാണ്, നീ ഇതിൽ കണ്ടത് പാമ്പൊന്നുമല്ല. ഇതാണ് ഗുരു ചെയ്യുന്നത്. ആ ഉപനിഷത്തിനും രാമായണത്തിനും ഒക്കെ ഈ ടോർച്ച് ലൈറ്റിന്റെ ഒരു സാന്നിധ്യമാണ്. എങ്ങനെയാണോ ജ്ഞാനം പ്രകാശിക്കുന്ന സമയത്ത് ഈ അജ്ഞാനം നീങ്ങുന്നത്. ഇത് നാരദൻ പറയുന്നു. അപ്പൊ കയറിൽ പാമ്പിനെ ആരോപിച്ചതുപോലെ ആത്മാവിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ളതാണ് ജീവൻ. ആ ജീവന്റെ കഷ്ടതകളും വ്യതകളും ഒക്കെ തന്നെ യാഥാർത്ഥ്യമാണ്, തൻ്റെ ദുഃഖത്തിന്റെ ഒക്കെ കാരണമാണ് എന്നറിഞ്ഞ് വിഷമിക്കുന്നു. അതുകൊണ്ട് ചിന്മാത്ര ജ്യോതിഷ സർവദേഹേഷു ബുദ്ധയ ത്വയാ യസ്മാത് പ്രകാശ്യന്തേ സർവസ്യാത്മാ തതോ ഭവാന്. അതുകൊണ്ട് ചിന്മാത്ര ജ്യോതിഷ സർവദേഹേഷു ബുദ്ധയ, യാതൊന്ന് ഹേതുവായിട്ടാണോ ചിന്മാത്ര ജ്യോതിഷ ത്വയ, ചിത് മാത്രം, അത് മാത്രം, ജ്ഞാനം മാത്രമായിട്ടുള്ള ആ ഒരു കലർപ്പുമില്ലാത്ത അങ്ങയില് സർവദേഹേഷു സർവബുദ്ധയ, സർവദേഹങ്ങളിലുമുള്ള ഓരോരോ അന്ധക്കരണ വൃത്തികള് പ്രകാശ്യന്തേ, പ്രകാശിപ്പിക്കപ്പെടുന്നു. നമ്മുടെ എല്ലാ വികാര വിചാരങ്ങളും അതെല്ലാം കമ്മിറ്റഡ് ആയിരിക്കുന്നത് ആ ബോധത്തിന്റെ
ബഹിസ്ഫുരണമാണ്. അത് ഏത് വികാരങ്ങളാണെങ്കിലും അതിൽ അതിൽ നിന്ന് പ്രകാശിക്കുന്ന എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും വൈദ്യുതിയോട് കടപ്പെട്ടിരിക്കുന്നത് പോലെ ഉപാധിയുടെ വ്യത്യാസത്തിനനുസരിച്ച് ഉപകരണങ്ങൾ പ്രവർത്തിക്കും. ഇലക്ട്രിസിറ്റിക്ക് അതിലൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അതുപോലെ പ്രകാശിക്കുന്നത് എങ്ങനെയാണ്? ഭവാൻ സർവസ്യ ആത്മാ, അങ്ങ് സർവത്തിൻ്റെയും ആത്മാവാണ്. ഈ ഗീതയിൽ ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിൽ ഇതാണ് പറയുന്നത്. സർവക്ഷേത്രങ്ങളിലും ഞാൻ എന്താണ്, എന്നെ നീ ക്ഷേത്രജ്ഞൻ എന്നറിയണം, അതിനെ അറിയുന്നവൻ എന്നറിയണം. ഇങ്ങനെ അഹം ത്വദ് ഭക്തഭക്താനാം തദ് ഭക്താനാം ച കിങ്കര അതോ മാം അനുഗൃഹീണീഷ്വ മോഹയസ്വ നമാം പ്രഭോ. ഇനി വളരെ പ്രധാനപ്പെട്ട കുറെ വേദാന്ത ചിന്ത നാരദൻ അവതരിപ്പിക്കുന്നുണ്ട്. കാരണം ഇത് മുഴുവൻ നമ്മൾ കാണേണ്ടതാണ്. ഇതാണ് അധ്യാത്മരാമായണത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഇന്നലെ കുറച്ച് മഴയൊക്കെ കൊണ്ടതുകൊണ്ട്, മഴ കൊണ്ടതാന്ന് തോന്നുന്നുണ്ട്, കുറച്ച് ജലദോഷവും ഒരു പനിയുടെ ലാഞ്ചനയൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ചുക്കു കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇന്നത്തേക്ക് നമുക്ക് ഇത്ര മതി. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു 7 മണി വരെ ഇരുന്ന് നമുക്ക് ബാക്കി ഭാഗം നാളെ കാണാം. അപ്പോൾ വിഷ്ണു ഇത് നോക്കിക്കോളൂ. ഹാൻഡ് റൈസ് ബട്ടൺ ഓപ്പൺ ആക്കി നമുക്ക് സംശയങ്ങൾ കേൾക്കാം. ബട്ടൺ ഓണാണ് സ്വാമി. ഓക്കെ. ഹരിയോ ഉഷാജി. സ്വാമിജി നാരദരുടെ കഥ ഒക്കെ പറയും. സ്വാമിജി പനിയായതുകൊണ്ട്, അല്ലെങ്കിൽ സ്വാമിജി നേരത്തെ നല്ല രസമായിട്ട് ആധുനിക പത്രപ്രവർത്തകൻ നാരദരിന്ന് കിട്ടിയതൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ട് പറയുന്നുണ്ടായിരുന്നു. പണ്ട് എവിടെയും കയറി ചെല്ലാവുന്ന ഒരു പത്രപ്രവർത്തകനായിരുന്നു, മാധ്യമ പ്രവർത്തകനായിരുന്നു നാരദൻ എന്നൊക്കെ പറഞ്ഞ് പണ്ട് പറഞ്ഞ ഓർമ്മയുണ്ട്. പനിയായതുകൊണ്ട് എല്ലാം മറന്നുപോയി. അല്ല, പ്രസ് ക്ലബിൽ, കേരള പ്രസ് ക്ലബിൽ നാരദരുടെ പടം ഉള്ളത് അതുകൊണ്ടായിരിക്കും. അതെ അതെ അതെ. നന്നായിട്ട് പനിയടിച്ചു. കോവിഡ് ഒന്നും ആവാതെ ഇരുന്നാ മതിയായിരുന്നു. അയ്യോ. അല്ല, ആണെങ്കിലും ഇപ്പോ നമുക്ക് ഫേസ് ചെയ്യണല്ലോ. പ്രിവെൻഷൻ ഒന്നും കഴിക്കുന്നില്ലല്ലേ ഇപ്പം? ഉഴപ്പി. അത് നമ്മള് വിട്ടുപോയിട്ടുണ്ട് കൊണ്ടുവരാൻ. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിലേ നോക്കാം. അത് വാങ്ങിച്ച് 1 hour ഇടവിട്ട് കഴിച്ചാൽ അങ്ങ് അപ്പഴേ പോവും. അതെല്ലേ. ആ പേരൊന്ന് ഉഷാജി ഇങ്ങോട്ടേക്ക് അയച്ചു തന്നു. അയക്കാം. ഇപ്പൊ തന്നെ വാങ്ങിച്ചാ മതി. 1 hour ഇടവിട്ട് ഇന്ന് രാത്രി മുഴുവൻ കഴിച്ചാൽ നാളെ രാവിലെ ക്ലിയർ ആവും. തീർച്ചയായിട്ടും. ശരി സ്വാമിജി. വേറെ ആരെങ്കിലും വിളിക്കും? അജിത് കുമാർ, കേൾക്കാമോ? കേൾക്കാം. ചോദിച്ചോളൂ, സ്വാമിയോട് സംസാരിച്ചോളൂ. ഇല്ല സ്വാമിജി നമസ്കാരം. ഞാൻ അങ്ങനെ കേൾക്കാൻ വേണ്ടി വന്നതാണ്. പ്രത്യേകിച്ചൊന്നും നമസ്കാരം. വിശേഷിച്ചൊന്നുമില്ല പ്രത്യേകിച്ച്. എന്തായാലും സന്തോഷം. സൗമ്യ, സംഗീത. സ്വാമിജി ഇന്ന് പറഞ്ഞ ഒരു കാര്യത്തിനെ പറ്റിയാണ്. നമസ്തേ സ്വാമിജി. ഈ പ്രാജ്ഞന്മാർ ലിംഗത്തിനെ പറ്റി പറഞ്ഞു. അപ്പൊ ശിവലിംഗത്തിനെ ഉൾപ്പെടെയാണല്ലോ പറഞ്ഞത്. ഈ അഹങ്കാരം തൊട്ട് കുറച്ച് സ്വാമിജി പറഞ്ഞു. അതിന്റെ ശ്ലോകം എനിക്ക് കിട്ടിയില്ല. പക്ഷെ എന്റെ സംശയം ഇതാണ്. നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് ശിവലിംഗത്തിന്റെ മുൻപിൽ നിന്നിട്ട് ആരാധിക്കുന്നത്, നമസ്കരിക്കുന്നത്, അതിന്റെ വാട്ട് ഇസ് ഇറ്റ് എന്നുള്ളതാണ്. അതിനൊന്ന് വ്യാഖ്യാനിച്ച് പറഞ്ഞു തരാൻ പറ്റുമോ? അല്ല, അത് ഇത് തന്നെയാണ്. ഇതിന് ആ വ്യാഖ്യാനം അവിടേക്ക് എടുത്താൽ മതി. കാരണം അഹങ്കാരം പറയാനുള്ള ഒരു അടയാളമാണ്. അപ്പൊ അതൊരു ഈശ്വരന്റെ അടയാളമായിട്ട് നമ്മൾ വിചാരിച്ചിട്ടാണല്ലോ നമ്മള്, ഐ മീൻ ബ്രഹ്മം എന്ന് പറഞ്ഞ സാധനത്തിനെയാണല്ലോ നമ്മൾ വിചാരിച്ചിട്ട് ആരാധിക്കുന്നത് അതിനെ അവിടെ.
അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. ആ. അപ്പൊ അത് ഈ പ്രാജ്ഞന്മാർ പറഞ്ഞ ഈ ഇതിനുമായിട്ട് എങ്ങനെയാ കണക്ട് ചെയ്യാൻ പറ്റുകയെന്നാ ഞാൻ ചോദിക്കുന്നത്. കണക്ട് ചെയ്യാനൊന്നുമില്ല, അതിന് രണ്ടർത്ഥമുണ്ട്. ആ കണക്റ്റഡ് ആണല്ലോ അത്. എന്താണ്? അത് ഓൾറെഡി കണക്റ്റഡ് ആണ്. ജ്ഞാനികളായിട്ടുള്ളവർ ആ ഇങ്ങനെ പറയുന്നു, അഹങ്കാരശ്ച ആ ബുദ്ധിശ്ച ആ പഞ്ചപ്രാണേന്ദ്രിയാണിച്ച ആ ജന്മ മൃത്യു സുഖാദിമത് ലിംഗം ഇതി ഉച്യതേ ആ ആ ആ എന്ന് ജ്ഞാനികൾ പറയുന്നു. അതൊരു അടയാളമാണ്. പ്രതിമ അല്ലെങ്കിൽ വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷേണ തത്വത്തെ ഗ്രഹിപ്പിക്കാൻ അന്വർത്ഥമായത്. അതേതോ അതാണ് വിഗ്രഹം. ആ ആ അത് സ്വാമിജി പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ശിവലിംഗം എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മത്തിന്റെ അടയാളമായിട്ടാണല്ലോ നമ്മള് ആരാധിക്കുന്നത്, അങ്ങനെയല്ലേ ചെയ്യുന്നത്? അപ്പൊ അവിടെ ഈ പ്രാജ്ഞന്മാരുടെ ഈ മീനിങ് അവിടെ എങ്ങനെയാണ് വരിക എന്നാണ്, അങ്ങനെ വരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതാണ് ഞാൻ എടുക്കുന്നത്. ബ്രഹ്മത്തിന് അങ്ങനെ സ്ഥൂല രൂപത്തിൽ ഒരു അടയാളവും കൽപ്പിക്കാൻ പറ്റില്ല. അല്ല, നമ്മുടെ മനസ്സിൽ നമ്മള് ഇപ്പം അതിനകത്ത് ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള ഒരു ബ്രഹ്മത്തിന് അത് പുറത്ത് നമ്മൾ സങ്കല്പിച്ചിട്ട് ആരാധിക്കുകയാണെന്നാണല്ലോ നമ്മുടെ വാട്ട് വി ആർ ട്രൈങ് ടു ഡു. അപ്പോഴീ പ്രാജ്ഞന്മാർ ഇങ്ങനെ പറഞ്ഞത് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് എനിക്കറിയേണ്ടത്. അതെ, ഇതിൽ പറയുന്നത് ഇതിന്റെ ഉം. ഒരു അടയാളമാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ക്ഷേത്രത്തിലെ ലിംഗവും ആ ലിംഗത്തിന് താഴെയുള്ളത് പുരുഷന്റെ ലിംഗവും താഴെയുള്ളത് സ്ത്രീയുടെ യോനിയും തന്നെയാണ്. ആ ഉം, ഉം, യോനിയുടെയും ലിംഗത്തിന്റെയും ആ രണ്ടും ഉം, ചേർന്ന് നിൽക്കുന്നതാണ് ഉം, ശിവലിംഗ ഉം, പ്രതിഷ്ഠയിൽ. കേവലം ലിംഗം ഉം, മാത്രമല്ല, ഉം, താഴെ ഉം, കാണുന്നത് യോനിയാണ്. ഉം, 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 അപ്പോ ആ ഇതിന്റെ രണ്ടിൽ നിന്നാണ്, ഇതിന്റെ ഉം, സംയോഗത്തിൽ നിന്നാണ് ഉം, ജന്മത്തിന് കാരണം അത് തന്നെയാണ്. ഉം. ഓ, ദുഃഖത്തിന്റെയും അപ്പം കാരണം അതാണ്, സുഖത്തിനും കാരണമായിട്ടുള്ളതാണ്, സംസാരത്തിന്റെ ഓ, അടയാളമാണ് അത്. ഓക്കെ. അപ്പൊ അതിനകത്ത് ഈ പ്രകൃതി പുരുഷൻ എന്ന് പറയുന്ന ഈ ബ്രഹ്മവും അല്ല എന്താ പറയാ പുരുഷനും മായയും ആയിട്ടുള്ളത് കൂടെ അതിനകത്ത് വരുന്നുണ്ടോ സ്വാമിജി? അതിനകത്ത് സ്വാമിജി പറഞ്ഞപ്പോഴ് ആ അതാണല്ലോ ശക്തി എന്നുള്ള അർത്ഥത്തിലല്ലേ സ്ത്രീ വരുന്നത്. ഓക്കെ ഈ ഓക്കെ പ്രകൃതിയാണ്, ഓക്കെ. മായ. പുരുഷന് പ്രകൃതി ആയിട്ട് തന്നെയാണ്. ഓക്കെ, ശരി സ്വാമിജി, താങ്ക്സ്. മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. ശരി, ഓക്കെ, താങ്ക്സ്. വേറെ ആരാ? എന്താണ് ഹരി ഓം സംഗീത? സ്വാമിജി. ഹരി ഹരി ഓം, ഓം. ഹരി ഓം. ജലദോഷമായിപ്പോയി അല്ലേ സ്വാമിജി? അത് കുഴപ്പം അങ്ങനെ ഉണ്ടാവും. സ്ഥലം മാറിയതിന്റെ എല്ലാം കൂടെ ആയിരിക്കും. അറിയില്ല. ഉം. പിന്നെ ഞാൻ ശരിക്കും ഒരു ആഴ്ചയായിട്ട് ഇങ്ങനെ എന്താ പറയാ സ്റ്റക്കായി ഇരിക്കുവാണ്. പരശുരാമ സംവാദത്തിന്റെ ആ ഒരു ഹാങ് ഓവർ. എന്താ പറയാ ശരിക്കും ആ ഒരു ഹാങ് ഓവറിലാണ് സ്വാമിജി. ശരിക്കും അതൊരു വല്ലാത്തൊരു എന്താ പറയാ ഭയങ്കര റിവലേഷൻ ആയിരുന്നു. അത് വല്ലാത്തൊരു ഇതായിരുന്നു. ആം, അത് ശരിക്കും അങ്ങനെ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ സ്വാമിജി പറഞ്ഞപ്പോ പോലും അത് മനസ്സിലാക്കാൻ കുറച്ച് നേരം എടുത്തു. ഉം, അഹങ്കാരവും അഹംബോധവും എല്ലാം സാധാരണ ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ നമ്മളത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് വളരെ വലിയൊരു വിജ്ഞാനമായി അത്. പിന്നെ അവതാരത്തെ കുറിച്ച് സ്വാമിജി പറഞ്ഞില്ലേ? അപ്പം അതിലിങ്ങനെ നമ്മൾ പല രീതിയിലുള്ള കഥകൾ ഇതിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ മത്സ്യം, കൂർമ്മം, വരാഹം എന്നിങ്ങനെയുള്ള ആ ഒരു എവല്യൂഷണറി തിയറി ആണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് ഇങ്ങനെ സയന്റിഫിക് ആയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടിട്ടുള്ളപ്പോ ഞാൻ വിചാരിച്ചു അപ്പൊ ശരിയാണ്. അപ്പൊ അതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ സ്വാമിജി പറഞ്ഞു അതും അതെ. അത് തെറ്റാണ്. അതെ. അപ്പൊ അതെങ്ങനെയാണ് സ്വാമിജി അപ്പൊ നമ്മളത് ചിന്തിക്കേണ്ടുന്നത്? അല്ല, നമ്മുടെ ഈ സനാതന ധർമ്മത്തില് സൃഷ്ടിയെ കുറിച്ച് പറയുന്നത് ഇതല്ല. ഈ അവതാരം വേറെ, സൃഷ്ടി വേറെ. സൃഷ്ടിയിൽ ആദ്യം ഉണ്ടായത് ഈ മത്സ്യമാണ്, വെള്ളത്തിൽ നിന്ന് മത്സ്യം ഉണ്ടായി എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് അവർക്ക് ആരാണോ പറയുന്നത് അവർക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. സൃഷ്ടിയെ കുറിച്ച് പറയുമ്പം കൃത്യമായിട്ട് പറയുന്നത് ഏതസ്മാത് ആത്മന ആകാശ സംഭൂത. ആദ്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആകാശമാണ്, അതായത് സ്പേസ്. ഉണ്ടെങ്കിലല്ലേ എന്ത് സൃഷ്ടി നടക്കുള്ളൂ. സ്പേസ് ആണ് ആദ്യം ഉണ്ടായത്. ആകാശാത് വായു, സ്പേസിൽ നിന്നാണ് വായു ഉണ്ടായത്, എയർ. വായോരഗ്നി, അതിൽ നിന്നാണ് അഗ്നി ഉണ്ടായത്. അഗ്നേരാപ, അതിൽ നിന്നാണ് ജലം.
അദ്യ പൃഥിവി, ജലത്തിൽ നിന്ന് ഭൂമി, ഭൂമേരോഷധയ, ഭൂമിയിൽ നിന്ന് വൃക്ഷലതാദികൾ, ഓഷധീഭ്യോ അന്നം, ആ വൃക്ഷത്തിൽ നിന്ന് ഫലമൂലാദികൾ, ഓഷധീഭ്യോ അന്നം, അന്നാത് പുരുഷ, അതിൽ നിന്നാണ് ജീവജാലങ്ങൾ. ആ ജീവജാലങ്ങളെ കുറിച്ച് സ്ക്രിപ്റ്റേഴ്സിൽ പറയും 5 പ്രകാരത്തിലുള്ള ജീവജാലങ്ങളാണ്. ഈ 5 ജീവജാലങ്ങളും 5 ഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിന് ഒന്ന് ഉദ്ഭിജം എന്ന് പറയും. ഉദ്ഭിജം എന്ന് പറഞ്ഞാൽ ഭൂമി പിളർന്ന് ഉണ്ടാവുന്നത്. അത് വൃക്ഷലതാദികളൊക്കെ ആ ഗണത്തിൽ പെടുന്നതാണ്. അപ്പൊ ഭൂമിയെയാണ് കടന്നു വരാനുള്ള യോനിയായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. യോനി എന്ന് പറഞ്ഞാൽ പ്രവേശന കവാടം എന്ന് മാത്രമാണ്. അപ്പൊ അതാണ് ഈ ഭൂമി യോനിയാണ് വൃക്ഷലതാദികൾക്കൊക്കെ. പിന്നെ ഉദ്ഭിജം, സ്വേദജം എന്ന് പറയുന്ന വിയർപ്പ്, ഈർപ്പത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഈ കൊതുക്, മൂട്ട, ഫംഗലുകളൊക്കെ. അങ്ങനെ ഒരു ജീവജാലങ്ങൾ ഉണ്ടല്ലോ ഇവിടെ, നിങ്ങൾക്കൊക്കെ അറിയാലോ അത് കൂടുതലും. ഇപ്പൊ കോവിഡൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ വൈറസ് ഒക്കെ ആ ഗണത്തിൽ പെടുന്നതാണ്. അത് സ്വേദജമാണ്. അത് ചിലപ്പോൾ സ്വേദജാവാം, അല്ലെങ്കിൽ അടുത്ത വേറൊരെണ്ണം പറയുന്നത്. പിന്നെ ഒന്ന് ഊഷ്മജമാണ് ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നത്. അതാണ് ഈ വൈറലുകളിൽ പ്രധാനപ്പെട്ട വൈറലുകൾ. അപ്പോൾ ഉദ്ഭിജം, അതുപോലെ സ്വേദജം, അതുപോലെ ഊഷ്മജം. പിന്നെ ഒന്ന് അണ്ടജം എന്ന് പറയും, മുട്ട പൊട്ടി ഉണ്ടാവുന്നത്. അവിടെ അതിന് ചൂട് വേണം, അഗ്നിയുടെ സാന്നിധ്യം കൊണ്ടാണ് അത് ജനിക്കാൻ അതിന് കാരണമായിട്ടുള്ള ഭൂതം അഗ്നിയാണ്. പിന്നെ ഉള്ളത് ജരായുജം എന്നാണ്. ജീവജം അല്ലെങ്കിൽ ജരായുജം, നമ്മളൊക്കെ പ്രസവിക്കുന്നത്. അവിടെ പ്രസൂതി വായുവാണ് മുഖ്യനായിട്ട് പ്രവർത്തിക്കുന്നത്. വായു കൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത്. ഈ 5 ഭൂതങ്ങൾ ഈ സൃഷ്ടി പ്രക്രിയയിൽ അനിവാര്യമായിട്ടുള്ള ഒന്നായിട്ട് പ്രവർത്തിക്കുന്നു. ഈ 77 ലക്ഷം, അതിൽ കൂടുതൽ ലക്ഷം വെറൈറ്റി ജീവജാലങ്ങൾ എന്ന് പറയുന്നത് ഈ 5 ഗണത്തിൽ പെടുത്താവുന്നതാണ്. 6ാമതൊരു ഗണത്തിൽ പെടുത്താൻ ഒരു ജീവജാലവും ഈ ഭൂമുഖത്ത് ഇല്ല. സയൻസ് എത്ര വളർന്നാലും. നിങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഏതെങ്കിലും, നിങ്ങൾ ഡോക്ടറാണല്ലോ, ഉണ്ടെങ്കിൽ പറയും. അപ്പൊ ഇതൊക്കെയാണ് സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞത്. മത്സ്യകൂർമ്മ വരാഹം എന്ന് പറയുന്നത് അവതാരമാണ്. അവതാരം സൃഷ്ടിയല്ല. അത് ഈ മത്സ്യം കൂർമ്മ എന്നൊക്കെ പറയുന്നത് നാരായണീയത്തിൽ നിന്ന് പറയും. നാരായണീയ 500 ചില്ലാൻ കൊല്ലായിട്ടേ ഉള്ളൂ. ശ്രീമദ് ഭാഗവതത്തിലെ അവതാരം പറയും 24 അവതാരങ്ങളുണ്ട്. അവിടെ സയേവ പ്രഥമം ദേവ കൗമാരം സർഗമാസ്തിത എന്ന് പറഞ്ഞിട്ട് സനകാദികളാണ് ആദ്യത്തെ അവതാരമായിട്ട് പറയുന്നത്. അവതാരം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ അത് തത്വചിന്തയ്ക്ക് വിധേയമാണ്. അത് ജ്ഞാനവും കർമ്മവും കർമ്മത്തിൽ നിന്നുള്ള വിടുതലുമാണ്. അങ്ങനെയുള്ള വിധത്തിലാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ശ്രീമദ് ഭാഗവതത്തിൽ അത് പറയുന്നുണ്ട്. നമ്മുടെ ഈ പ്രഭാഷണത്തിൽ അത് കേൾക്കാം. അതായത് യൂട്യൂബിലുണ്ട് അത്. മറ്റത് പറയുന്നത് അറിവുകേട് തന്നെയാണ്. സ്വാമിജി അത് ഭാരതീയം 2014. അതിൽ സ്വാമിജി ആദ്യം പറയുന്ന ഭാഗം ഇതാണ്. അതെ അതെ, ഈ 24 അവതാരം 2014 എന്ന് ഗൂഗിൾ ചെയ്താൽ, അല്ല, യൂട്യൂബിൽ ഉണ്ട്, അതിലുണ്ട് പ്രഭാഷണം. അത് 45ഓളം എപ്പിസോഡ് ഉണ്ട്. അത് കേൾക്കേണ്ടതാണ്. ഭാരതീയമാണോ സ്വാമിജി? ഭാരതീയം. ഓക്കെ, അത് ഞാൻ മിസ് ചെയ്ത് പോയിട്ടുണ്ട്. 2014 കേരളം മുഴുവൻ നടത്തിയിട്ടുള്ള പ്രഭാഷണ പരമ്പരയാണ്. ഓക്കെ സ്വാമിജി, ശരി, അത് മനസ്സിലായി സ്വാമിജി. നാരായണീയത്തിൽ അത് അങ്ങനെ തന്നെ പറയുന്നില്ല, പക്ഷെ പലരും എനിക്ക് തോന്നുന്നത് വ്യാഖ്യാനിക്കുന്നതാണെന്ന് തോന്നുന്നു അങ്ങനെ. അത് പലപ്പോഴും നാരായണീയത്തിന്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് അറിയാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് ശ്രീമദ് ഭാഗവതമാണ് അതിന് മൂലം എന്നുള്ളത് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പൊ 1000 ചില്ലാനും ശ്ലോകങ്ങളെ കൊണ്ട് മേൽപ്പത്തൂര് ഗുരുവായൂർ അമ്പലത്തിൽ ഇരുന്ന് എഴുതി എന്ന് പറയുന്നതാണ്. അതിന്റെ മൂലം എന്ന് പറയുന്നത് ഭാഗവതമാണ്. ഭാഗവതത്തിലെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. എഴുത്തച്ഛൻ കിളിപ്പാട്ട് രാമായണം എഴുതിയതുപോലെ മൂലം വ്യാസരുടെ അധ്യാത്മ രാമായണമാണ്. പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് ഇതിന്റെ ഈ ഘടനയും ഇതിന്റെ താല്പര്യവും ഒക്കെ മറന്നുപോകും. അപ്പൊ അവർക്ക് കുറെ സംശയം ഉണ്ടാവും. പിന്നെ ഇവരെ ഈ സംശയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് കൃത്യമായി പഠിക്കാത്ത ആളുകൾ എന്തും പറയും. അപ്പൊ അതാണ് വലിയ ഈ നമുക്ക് നേരെ നടക്കുന്ന ഒരു അതാണ്. ഇവർ ഈ പറയുന്ന പൊട്ടത്തരങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കുമ്പോൾ നമുക്ക് അതിന്റെ ശരി പറയേണ്ടി വരും. ഈ പറഞ്ഞ ദശാവതാരം
ഇവരുടെയൊക്കെ വർത്തമാനം കേട്ടിട്ട് എന്താ പറയുക, ദശാവതാരം വീട്ടിൽ കൊത്തി വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊരു തോന്നലാണ്, നിങ്ങൾ അതൊക്കെ അവിടെ വെച്ചോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതാണ് അത് എന്ന് ഇങ്ങനെ ഇന്ന ആള് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഗോപാലൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഗോപാലൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗോപാലൻ ഇത് പഠിച്ചിട്ടുണ്ടാവില്ല, അതാണ് പ്രശ്നം. സ്വാമിജി അതെ അത് സ്വാമിജി, അതാ വാമനൻ ഹോമോസാപ്പിയൻസ് ആന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട് സ്വാമിജി. അല്ലേ ഈ പൊട്ടത്തരങ്ങളൊക്കെ പറയും. കരയിലും ജലത്തിലും ജീവിക്കുന്ന ജീവി പിന്നെ ഉണ്ടായി, അപ്പൊ സൃഷ്ടിയുടെ വേറൊരു സൃഷ്ടിയായിട്ട് അതിന് ബന്ധമില്ല. സൃഷ്ടി ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഉദ്ഭിജ സ്വേദജ അണ്ടജ ജീവജ ജരായുജ. എന്ത് സയന്റിഫിക് ആയിട്ടാണ് അത് പറഞ്ഞത്. അതുപോലെ പഞ്ചീകരണം, അപഞ്ചീകൃത പഞ്ചമഹാഭൂതേഹി, പഞ്ചീകൃത പഞ്ചമഹാഭൂതേഹി. എങ്ങനെയാണ് 5 മഹാഭൂതങ്ങള്, അതിലെ തന്മാത്ര, തതുമാത്രം എന്ന് പറയുന്നത്, അതെങ്ങനെയാണ് ഓരോരോ ഭൂതങ്ങളുമായിട്ട് വിഘടിച്ച് അതിന്റെ അനുപാതം എന്താണ്, പിന്നെ എങ്ങനെയാണ് ഈ പറഞ്ഞ നമ്മുടെ സെൻസസ് ഒക്കെ ഇങ്ങനെയുള്ള ഭൂതങ്ങളും ആയിട്ട് എങ്ങനെ റിലേറ്റഡ് ആയി നിൽക്കുന്നു, അങ്ങനെ വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സയൻസ് ആണത്. അത് അന്തവും കുന്തവും ഇല്ലാതെ ഇങ്ങനെ വെറുതെ ആളുകളോട് ഓരോന്ന് പറയാം, എന്നിട്ട് ഇന്ന വഴിപാട് നടത്തിക്കോളൂ, ഇന്നത് കിട്ടുമെന്ന് പറയാ. വെറുതെ ഈ അന്ധവിശ്വാസം ഇങ്ങനെ ആളുകളിൽ, ഇവരൊക്കെ ഓവർ ടൈം എടുത്ത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക. അതെ സ്വാമിജി, അതാ ഭാഗവതത്തിൽ ഞാൻ ഭൂമി ഉണ്ടാവുന്ന അത് ഞാൻ വ്യക്തമായിട്ട് ഭൂഗോള വർണ്ണന അതിങ്ങനെ വരുന്നത് അത് ഞാൻ വായിച്ച് ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. എല്ലാ പിന്നെയുള്ള ഡിസ്കവറീസ് ഇൻവെൻഷൻസ് എല്ലാം തന്നെ ഏകദേശം അത് തന്നെ ബേസ് ചെയ്ത് വന്നതാണ്. വളരെ വ്യക്തമായിട്ട് തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാമാണ്, ഏത് രീതിയിലാണ് എല്ലാം വന്നേക്കുന്നത്, ഓരോന്നും എങ്ങനെയാണ് ഉണ്ടായത്, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ഈ രാമഭാർഗവ ഈ ഒരു സംവാദം സ്വാമിജി പറഞ്ഞത് ഞാനപ്പോ ആലോചിച്ചു, ഇനി അത് അധ്യാത്മ രാമായണം നമ്മുടെ മലയാളത്തിൽ ഇല്ലാഞ്ഞിട്ടാണോ ആൾക്കാർ ഇത്രയും അന്ധവിശ്വാസത്തിൽ പെട്ടുപോയതെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് പിന്നെ അത് ഞാൻ വായിച്ചിട്ടൊന്നും ഇല്ല രാമായണം അങ്ങനെ. എഴുത്തച്ഛൻ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എഴുത്തച്ഛൻ അതെ എഴുത്തച്ഛൻ എല്ലാം പറഞ്ഞത് ഞാൻ വായിച്ചു നോക്കി. ഉണ്ടാവില്ല അത്ര. അതെ, എല്ലാം വളരെ വ്യക്തമായിട്ട് എഴുത്തച്ഛൻ അതിന് പ്രത്യേകം എന്റെ തപശക്തിയിലേക്ക് ബാണം എയ്യൂ രാമ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും വ്യക്തമായിട്ട് വായിച്ചിരിക്കുന്ന, ഇത്രയും വർഷങ്ങളായിട്ട് രാമായണം വായിച്ചെന്ന് അവകാശപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലായില്ലെന്ന് പറയുന്നതും പിന്നെയുള്ള തലമുറയ്ക്ക് ഇതൊന്നും പകർന്നു കൊടുക്കാഞ്ഞതും എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി തന്നെ ഇരിക്കുന്നു സ്വാമിജി. ഇപ്പോഴെങ്കിലും ഇത് അത് റിവീൽ മനസ്സിലാക്കിയ ചെയ്തതിന് വളരെ നന്ദി. വിടുക. നമുക്കിത് മനസ്സിലായെങ്കിൽ നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതെ, അപ്പൊ അറ്റ്ലീസ്റ്റ് അത് നമ്മൾ ചെയ്യണം. ഉം. ശരി സ്വാമിജി, ഹരി ഓം. വളരെ സന്തോഷം. അപ്പോ ആരെങ്കിലും ഒരു പാട്ട് പാടുന്നുണ്ടോ? നമുക്കത് കേട്ടിട്ട്. ഞാൻ പാടിക്കോളാം സ്വാമിജി ഇന്ന്. കണ്ണൻ ഞാൻ തയ്യാറാണ്. തീർച്ചയായും സ്വാമിജി, നമ്മള് കേൾക്കാനും തയ്യാറാണ്. തീർച്ചയായും സ്വാമി. ഓക്കെ, നമുക്ക് തുടങ്ങിയേക്കാം സ്വാമിജി എങ്കിൽ. ശരി. കണ്ട നാൾ മുതലായി കാതൽ പെരുകുതടേ, കണ്ട നാൾ മുതലായി കാതൽ പെരുകുതടേ, கையினில் வேல் பிடித்த கருணை சிவபாலனே, கண்ட நாள் முதலாய் காதல் பெருகுதடி, காதல் பெருகுதடி. வந்திசை பாடுமேழில் வசந்த பூங்காவில், வந்திசை பாடுமேழில்
வசந்த பூங்காவில் வந்து சுகம் தந்த கந்தனையன் காந்தனே, வந்து சுகம் தந்த கந்தனையன் காந்தனே, கண்ட நாள் முதல் நான் காதல் வருகுதடி. நீலமயில் தானே நெஞ்சவும் மறக்கவில்லை, நீலமயில் தானே நெஞ்சவும் மறக்கவில்லை, நேசமுடன் கலந்த பாசவும் மறவையில்லை, கோலகுமரன் மனக்கோவிலில் இறந்து விட்ட முருகா, முருகா, முருகா. கோலகுமரன் மனக்கோவிலில் நிறைந்து விட்டான், குறுநகை தன்னை காட்டி நறுமலர் சுருட்டி விட்டான், குறுநகை தன்னை காட்டி நறுமலர் சூட்டி விட்டான், கண்ட நாள் முதல் நான் காதல் பெருகுதடி, காதல் பெருகுதடி, காதல் பெருகுதடி, கையினில் வேல் பிடித்த கருணை சிவபாலனே, கண்ட நாள் முதலான் காதல் பெருகுதடி. முருகா, 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 முருகா. സ്വാമിജി. കണ്ണൻ ഉഷാറായിട്ടുണ്ട്. നന്ദി സ്വാമിജി. അപ്പോ നാളെ കാണാം. എല്ലാവരോടും നമസ്കാരം. നമസ്കാരം. ഹരി ഓം സ്വാമിജി. ഹരി ഓം. ഹരി ഓം. ആയുരാരോഗ്യ സൗഖ്യം. ഹരി ഓം.